ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 25. ബഹിരാകാശ മത്സരം. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗൃഹ നിർമ്മാണം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. 1955 ജൂൺ 29 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങൾ വിന്യസിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു. താമസിയാതെ സോവിയറ്റ് യൂണിയനും സമാനമായ പദ്ധതി പ്രഖ്യാപിച്ചു. അങ്ങനെ ബഹിരാകാശ മത്സരം ആരംഭിച്ചു. സോവിയറ്റ് യൂണിയൻ ആദ്യത്തെ ഉപഗ്രഹം സ്പുട്നിക് വിക്ഷേപിച്ചുകൊണ്ട് ആദ്യത്തെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുകയും യൂറി ഗഗാറിൻ നമ്മുടെ ഗ്രഹത്തെ ഒരു പ്രാവശ്യം വലയം ചെയ്യുകയും ചെയ്തു. 1969 ജൂലൈ 20 ചന്ദ്രോപതലത്തിൽ നീൽ ആംസ്ട്രോങ് നടത്തിയ മനുഷ്യരാശിയുടെ കുതിച്ചുചാട്ടത്തിലൂടെ അനൗദ്യോഗികമായി മത്സരം അവസാനിക്കുന്നതുവരെ മത്സരം തുടർന്നുകൊണ്ടിരുന്നു. സഹകരണത്തിൻ്റെ ഒരു കാലഘട്ടം ഉടൻ ഉദിച്ചുയർന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സൃഷ്ടിക്കുന്നതിലേക്ക് അത് നയിച്ചു. ചിലപ്പോഴൊക്കെ മത്സരം ആരോഗ്യകരമാകാം. നമ്മൾ ശ്രമിക്കാത്ത കാര്യങ്ങൾ നേടിയെടുക്കാൻ അത്തരം മത്സരങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുന്നു. എന്നിരുന്നാലും മറ്റു സമയങ്ങളിൽ മത്സരം വിനാശകരമാണ്. കൊരിന്ത്യയിലെ സഭയിൽ ഇത് ഒരു പ്രശ്നമായിരുന്നു. വിവിധ സംഘങ്ങൾ വിവിധ സഭാ നേതാക്കളെ തങ്ങളുടെ പ്രത്യാശാ കിരണങ്ങളായി കണ്ടുകൊണ്ട് അവരോട് പറ്റിച്ചേർന്നു നിന്നു. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല എന്ന് എഴുതിക്കൊണ്ട് പൗലോസ് അതിനെ അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചു. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ എന്ന് പറഞ്ഞ് പൗലോസ് ഉപസംഹരിച്ചു. കൂട്ടുവേലക്കാർ അത്രേ, എതിരാളികളല്ല. അന്യോന്യം മാത്രമല്ല, ദൈവത്തോടും അവൻ്റെ ശക്തിപ്പെടുത്തലിലൂടെയും അവൻ്റെ നടത്തിപ്പിലൂടെയും, നമ്മുടെ മഹത്വത്തിനല്ല ദൈവത്തിൻ്റെ മഹത്വത്തിനായി യേശുവിൻ്റെ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകാൻ കൂട്ടുവേലക്കാരായി നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷിക്കാം. ചിന്തിക്കുക, എപ്പോഴെങ്കിലും നിങ്ങൾ അനാരോഗ്യകരമായ മത്സരം അനുഭവിച്ചിട്ടുണ്ടോ? അത് എപ്രകാരമായിരുന്നു? മറ്റുള്ളവരെ താഴ്മയോടെ ശുശ്രൂഷിക്കാൻ യേശു നിങ്ങളെ സഹായിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് മഹത്വം.